ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് എൻ്റെ പിറന്നാളാണ്. എനിക്ക് 25 വയസ്സായി. അച്ഛൻ്റെ അമ്മയും പപ്പയും കൂടിയിട്ട് ഇതേപോലെ പൈസ അയച്ചു കൊടുത്തു അച്ഛന്. അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഇന്നലെ ഞങ്ങൾ കടയിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ വന്നു. 2 ജോഡി ഡ്രസ്സ് മേടിച്ചു. അച്ഛൻ പിന്നെ കേക്കൊക്കെ മേടിച്ചു തന്നു. പിന്നെ 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടോ ഗൈസ്. അങ്ങനെ 12 മണി ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേക്ക് കിട്ടുമെന്ന്. പിന്നെ സെവിനകത്ത് സർപ്രൈസ് ആയിട്ട് മേടിച്ച് തന്നെയാണ്. സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്ത് അങ്ങനെ കൊണ്ടുപോലെയാണ്. നമ്മുടെ കേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട് തന്നെ. പിന്നെ ഒന്ന് കേക്ക് തുറക്കട്ടെ കേട്ടോ, എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമല്ലോ. പൊളി, നമുക്ക് സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊളിച്ച് പപ്പയും കൂടി ഗിഫ്റ്റ് ചെയ്ത എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സാണിത്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ നമുക്ക് വളരെ ഓക്കെ. അപ്പൊ ഞാൻ കേക്ക് കട്ട് ചെയ്യട്ടെ. Happy birthday to you. 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 Happy birthday. Thank you. ഇനി എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് പറ. അവർക്ക് ഇഷ്ടപ്പെട്ടു. ബർത്ത്ഡേ പ്രമാണിച്ച് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ചൂട് ഇഡലി നല്ല ചൂട് സാമ്പാറുമാണ്. അപ്പം ഞാൻ ഡിപ്പായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ചട്നിയൊന്നും ആക്കിയില്ല. സാമ്പാർ ഒരുപാട് ഇങ്ങനെ ആ ഇഡലിയുടെ പുറത്തോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം ഞാനും സെവനാച്ചനും ഇരുന്ന് കഴിക്കുന്നത്. കുഞ്ഞാവ ഉറങ്ങുമായിരുന്നു. അപ്പം അവൾ ഉറങ്ങി എണീറ്റ് കഴിയുമ്പം അവൾക്കുള്ള ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അച്ഛൻ ഇന്ന് ഓഫീസിൽ പോകണം. ഇന്ന് തിങ്കളാഴ്ചയും കൂടിയല്ല, അപ്പം ഇന്ന് ഓഫീസിൽ പോകണം. അപ്പം നമ്മൾ കറക്റ്റ് സമയമൊക്കെ ആയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ, എൻ്റെ പേരൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ഒരുപാട് എന്നെ വിഷ് ചെയ്തു ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഉച്ചയ്ക്ക് എന്തോ ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴായിരുന്നു നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നത്. അപ്പോൾ 1.5 കിലോ അയല ഉണ്ടായിരുന്നു, അത്ര ഉള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ മേടിച്ച് അങ്ങനെ കുറച്ചെടുത്തു, കുറച്ച് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ പെട്ടെന്ന് തേങ്ങ അരച്ച് കറിയും ചോറും പിന്നെ തോരനും പിന്നെ രാവിലത്തെ സാമ്പാർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുമൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കാനായിട്ടിരുന്നു. അപ്പം അച്ഛനും ഇന്ന് നേരത്തെ വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുകയായിരുന്നു. കുഞ്ഞിനോ നേരത്തെ തന്നെ കൊടുത്തു. ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പോൾ കുറച്ച് നേരം പുറത്തുനിന്ന് പോയി ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തല്ല, നമ്മുടെ അടുത്ത് ഗ്രൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ കുഞ്ഞിന് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടേതായിട്ടുള്ളൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം അവിടെ പോയി സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചാട്ടോ. അപ്പം നമ്മൾ അപ്പം നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പം അച്ഛനും കുഞ്ഞും പുറത്തുണ്ട്. അപ്പം നമുക്ക് പോവാം, ഗ്രൗണ്ടിൽ പോയിട്ട് കാണാവേ. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി കേട്ടോ. ഇതാണ് കിഡ്സ് ഏരിയ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സെയിം ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ വന്നേക്കണേ. ഞങ്ങൾ എപ്പോൾ ഈ പാർക്കിൽ വന്നാലും ഊഞ്ഞാലൊഴിവ് കാണത്തില്ല കേട്ടോ. എല്ലാവരും നടക്കാനായിട്ട് വരുന്നു. നമ്മൾ നടക്കാൻ വരുന്നവരെ വായിന്നൊക്കെ വരുന്നത്. പെട്രോളിങ്ങും ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി ആണെന്ന് തോന്നില്ലേ ചാ? വല്ലതും അനാശാസ പ്രവർത്തനങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പെട്രോളിങ്ങിന് ഇതേപോലെ സെക്യൂരിറ്റി പോകുന്നത് കേട്ടോ. കുറേ വട്ടം ഇങ്ങനെ എന്താ പറയുക, ബൈക്കിൽ കറങ്ങി നടക്കും. ഇതൊരു വലിയൊരു ഗ്രൗണ്ടാട്ടോ, ഒരു ഗ്രൗണ്ടാണ് ഗൈസ്. ഇവിടെ ഒരു ഒഴിഞ്ഞ കസേര കിടപ്പുണ്ട്, നമുക്ക് കുറച്ച് നേരം ഇരിക്കാം. പിന്നെ ഞങ്ങളിവിടെ ഇരിക്കുക, നീ കുറച്ച് നേരം ഇവിടെ ഇരിക്കും, എനിക്ക് വയ്യ. കഴിഞ്ഞ നൈസ് വ്യൂ, നൈസ് കാറ്റ്, പൊളി വൈബ്. ഇപ്പം സമയം 6 മണിയായ കേട്ടോ. ചെറുതായിട്ട് ഇരുട്ടിയൊക്കെ തുടങ്ങി. പെട്ടെന്ന് വീട് പിടിക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ വന്നപ്പോൾ ഇത്രയും പിള്ളേരൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കുറച്ചേ ഉള്ളായിരുന്നു. ഇപ്പം പക്ഷെ കൂടി. ഗൈസ് അങ്ങനെ വീട്ടിലെത്തി.
നമ്മൾ ബൈക്കിലാണ് പോയത്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. പോയിട്ട് വന്ന വഴിയാണെങ്കിൽ നമ്മളൊരു കടയിൽ കയറിയിട്ട് ഇതേപോലെ നല്ല പനീർ പപ്സ് മേടിച്ചായിരുന്നു. അപ്പോൾ ചായ ഇട്ട് പപ്സും കഴിക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയിൽ വെട്ട ഇച്ചിരി കുറവാണ്. ഞാൻ ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേ ആയിട്ട് പായസം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. ഞാൻ വെർമസലിയുടെ പായസം മിക്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന വഴിക്ക് ഒരു മോഹം തോന്നി, പനീർ പപ്സ് കഴിക്കണമെന്ന്, നല്ല ചൂട് പനീർ പപ്സ് കഴിക്കണമെന്നൊരു മോഹം തോന്നി. അങ്ങനെ പപ്സ് മേടിച്ചു. അപ്പോൾ വിചാരിച്ചു ഇനി നാളെ വെർമസലിയുടെ പായസം ആക്കാമെന്ന് വിചാരിച്ചു. സോ ഇപ്പം ഞാൻ ചായ ഇടുകയാണ്. നല്ല വോൾട്ടേജ് കുറവാണ്. പാല് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കൂ പാലേ. ഞങ്ങൾക്ക് ചൂട് മാറുന്നതിന് മുന്നേ പപ്സ് കഴിക്കണം. അങ്ങനെ നമ്മുടെ ചൂട് ചായ നല്ല ചൂട് പപ്സും കൂടി കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ടി വിയിൽ വിടുതലൈ എന്ന് പറയുന്ന ഒരു വിജയ് സേതുപതിയുടെ ഒരു തമിഴ് മൂവി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളവിടെ നിന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ നിൽക്കാൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.